വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം നമോ നമ ശിവായ അർദ്ധനാരീശ്വരായ നമ. ഭഗവാന്റെ ഏറ്റവും ശുദ്ധമായ രൂപം, ലിംഗരൂപം സൂചിപ്പിക്കുന്നതെന്തോ അതിനെയാണ് ലിംഗം എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് തന്നെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട സമൂഹത്തിൽ വളരെ ചർച്ചാ വിഷയമാക്കിയിട്ടുള്ള ഒരു വാക്കാണ്. അതിൻ്റെ വളരെ സംക്ഷിപ്തമായ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്നതെന്തോ അതാണ് ലിംഗം. പുല്ലിംഗമെന്നും സ്ത്രീലിംഗമെന്നും, സ്ത്രീനെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളെ സ്ത്രീലിംഗമെന്നും പുരുഷനെ സൂചിപ്പിക്കുന്നതിന് പുല്ലിംഗം എന്നും പറയും. അപ്പോൾ അതാണ് ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ലിംഗസ്വരൂപത്തിന് ഉള്ള ഒരു പ്രത്യേകത നമ്മൾ വളരെ ശാസ്ത്രീയമായി അതിനെ പഠിക്കേണ്ടതാണ്. വളരെ ശാസ്ത്രീയമാണത്. ഞാൻ പറയുന്നത് ഈ ലിംഗസ്വരൂപം ആധുനിക ശാസ്ത്രവുമായി ബന്ധമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശാസ്ത്രത്തിൻ്റെ യുക്തിബോധങ്ങൾക്കും ഇതിനെല്ലാം അപ്പുറം ആധുനിക സയൻസിൻ്റെ ബോധത്തിനോടും വളരെ കൃത്യമായി സംയോജിച്ചു പോരുന്ന, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇത് തന്നെയാണ് അത്, അതായത് ലിംഗസ്വരൂപമാണ് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ലിംഗസ്വരൂപത്തിലാണ് ഇവിടെ ഈ ഭൂമിയിലുള്ള എല്ലാ ആണവ റിയാക്ടറുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്ത വേണം. അപ്പോൾ ആ ചിന്തയിൽ അത് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നമുക്ക് കൃത്യമായി പറയാവുന്നതിൻ്റെ അപ്പുറം കാലാതീത കാലം മുതൽക്ക് ഇവിടെ ലിംഗസ്വരൂപത്തിന് ഒരു ആകൃതിയായിരുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ ലോകത്ത്, ആധുനിക ലോകത്ത് ശക്തിയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമായിട്ടുള്ള ഈ ആണവ നിലയത്തിൻ്റെ, ആണവ റിയാക്ടറിൻ്റെ രൂപരേഖ ശിവലിംഗത്തിൻ്റെ സ്വരൂപത്തിന് സമമായിട്ട്, രൂപരേഖയ്ക്ക് സമാനമായിട്ട് എന്തുകൊണ്ട് ആക്കിയിരിക്കുന്നു? രണ്ടിലും ഒരുപാട് ഊർജമാണുള്ളത്. ആ തിരിച്ചറിവ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിംഗസ്വരൂപത്തിൻ്റെ പ്രത്യേകത. ഓം നമോ നമ ശിവായ.